Here listen. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലൈന് ഇപ്പോൾ സർക്കിളിൻ്റെ മുകളിലാണ് ഉള്ളത്. സർക്കിൾ ടച്ച് ചെയ്യുന്നില്ല. The line doesn't touch the circle at any point. Here another, when I am going to move this line and put the line on the circle. So the line touches the circle at 2 points. 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ നമുക്ക് പറയാം 2 പോയിന്റിലൂടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇതുകൊണ്ട് ഈ സർക്കിളിന് ഒരു പോയിന്റിലല്ല 2 പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ടാൻജൻ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ടാൻജൻ്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഞാൻ ഒരു റെഡ് ലൈന് ഇവിടെ സർക്കിളിന് ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ലൈനിനെ നമുക്ക് ടാൻജൻ്റ് എന്ന് വിളിക്കാം. പക്ഷേ എനിക്കിവിടെ വെറുതെ ഒരു ലൈൻ സർക്കിളിൻ്റെ മുകളിൽ വെറുതെ ഒരു ലൈൻ വരച്ചത് ടാൻജൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സർക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്യൂ മോർ പോയിൻറ്റ്സ് കൊണ്ടാണ്. സർക്കിൾ ഈസ് മേക്കിംഗ് സർക്കിൾ ഈസ് ഗെറ്റിംഗ് ദി ലോക്കസ് ഓഫ് ഫ്യൂ മോർ പോയിൻറ്റ്സ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് ധാരാളം പോയിൻറ്റ്സിൻ്റെ ആകെ തുകയാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്തായിട്ട് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് എവിടെയാണ് ഈ പോയിൻറ്റ്സിന് മുകളിൽ ടച്ച് ചെയ്യുന്നത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ ഒരു ലൈൻ വരച്ചാൽ കഴിയില്ല. വെറുതെ ഒരു ലൈൻ വെച്ചാൽ 2-3 പോയിന്റിൽ ടച്ച് ചെയ്യും. പക്ഷെ ആ പോയിന്റ് എവിടെയാണെന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ മാർഗം പ്രയോഗിച്ചാൽ പറ്റില്ല. എങ്ങനെ വരക്കും? ഞാനിവിടെ ഒരു റേഡിയസ് ഞാനിവിടെ ഒരു ലൈന് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ലൈന് സർക്കിളിനെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തൊരു ആ ലൈന് ടച്ച് ചെയ്യുന്ന അതുകൊണ്ട് ഞാൻ ആ ടച്ച് ചെയ്യുന്ന പോയിൻ്റുമായിട്ട് ഒരു റേഡിയസ് വരച്ചിരിക്കുന്നു. 2 റേഡിയസ് കാണിച്ചിട്ടുണ്ട്. 2 റേഡിയൈ ആർ ഗിവൺ. അപ്പം റേഡിയൈ നൽകുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു ആംഗിൾ 45 ആണ്. അത് ഞാൻ എടുത്തപ്പം വന്നതാണ്. അവിടെ 45 ആവണമെന്നില്ല. ലൈന് വരച്ചുകൊണ്ട് അങ്ങനെ വന്ന് വെട്ടുന്നേ ഉള്ളൂ. അവിടെ 30 ആവും, ഏത് ഡിഗ്രി വേണമെങ്കിൽ ആവാം. പക്ഷേ ഞാനിവിടെ ഐസോസെൽസ് ട്രയാങ്കിൾ ആയിരിക്കും ഇവിടെ കിട്ടുക. എന്താ കാരണം? ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്. ഈ റേഡിയസ് ഈക്വലാണ്. അപ്പോൾ ഇവിടെ 45 ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി 45 തന്നെയാണ് വരിക, അല്ലേ? ഈ പോയിൻറ്റും ഈ ആംഗിളും 45 ആണ്. അപ്പോൾ 45 90 ആണ് വരിക, അല്ലേ? ഓക്കെ. ഞാനിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ആംഗിളൊന്ന് ഞാനൊന്ന് കൂട്ടാനുള്ള പരിപാടിയാണ്. ആംഗിള് ഈ പോയിൻ്റ് എവിടെയും വരാം കേട്ടോ. അല്ല കണ്ടോ, നേരത്തെ ഞാൻ 45 എന്ന് പറയുന്ന പകരം ഞാൻ എന്ത് ചെയ്യും, 30 എടുത്തിട്ടുണ്ട്. കണ്ടോ, 30 ആയിട്ടുണ്ട്. അതായത് 35 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടെടുത്ത് 35 40 ആവും. താഴെ ഇപ്പുറത്തേക്ക് വന്നാൽ അത് 25 ഡിഗ്രി ആവാം. അപ്പോൾ ഈ ആംഗിളും എത്രയായിരിക്കും? 25 ആയിരിക്കും. ഇത് 20 ആണെങ്കിൽ ഈ ആംഗിളും 20 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ? ഇവിടെ 20യും ഇവിടെ 20 ആണെങ്കിൽ 40 ആവും. അപ്പോൾ ഈ ആംഗിൾ എത്രയാവും? 140 ആയിരിക്കും. അതേപോലെ ഇപ്പം ഞാനിത് ഈ ആംഗിൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 48, 45, 50, 55, 60, 65, 70, 75. അപ്പോൾ ഒക്കെ ഈ 80 ആയ സമയത്ത് പോലും ഈ ലൈന് സർക്കിളിനെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും കൂട്ടുകയാണ്. 85 ആയ സമയത്തും 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നോക്കൂ, 90 ആയ സമയത്ത് ഒരൊറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരൊറ്റ പോയിന്റ് എല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഒറ്റ പോയിൻ്റാണ്. സാധാരണ ഒരു പോയിന്റ് കാണിക്കുക ഒരു പോയിൻ്റേ പറയുള്ളൂ. അതിൽ പോയിന്റ് എച്ച്, പോയിന്റ് ജെ എന്നേ പറയുള്ളൂ. ഇവിടെ നമുക്ക് ഒറ്റ പോയിൻ്റാണ്. HJI എല്ലാം ഒറ്റ പോയിന്റിലാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് റേഡിയസ് ആണ്. ഈ റേഡിയസും ലൈനും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് മനസ്സിലായ കാര്യം? ദ ടാൻജൻറ്റ് and tangent at a line make an angle with the radius at 90 degree. ഒരു ലൈന്
ടാൻജൻ്റ് ആണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ ലൈനും റേഡിയസും ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയി. അപ്പോൾ ടാൻജൻറ്റ് വരക്കണമെങ്കിൽ എന്ത് വേണം? റേഡിയസും ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഞാനിപ്പം ആ റേഡിയസ് ഒന്ന് നീട്ടി വരക്കുക. അപ്പം ആ റേഡിയസ് നീട്ടിക്കഴിഞ്ഞാൽ അതിന് പറയാം ഡയമീറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്കിത് ഒരു ടെക്സ്റ്റിൽ പറയുന്ന പോലുള്ള എക്സ്പ്ലനേഷൻ നമുക്കവിടെ കൊടുക്കാം. ടാൻജൻറ്റ് പോയിൻ്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിൻ്റ്. സർക്കിളിൻ്റെ മുകളിലുള്ള പോയിൻ്റ് ഉള്ള ഒരു ടാൻജൻറ്റ് വരക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ആ ഡയമീറ്റർ 90 ഡിഗ്രി ആയിട്ട് വരണം അവിടെ, അല്ലേ? അപ്പം ദി ടാൻജൻറ്റ് പോയിൻ്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിൻ്റ്. പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ 90 ആവണം. ഓക്കെ, ഇവിടെ വരുന്ന ആ ലൈനും അത് തന്നെയാണ്, ആംഗിൾ 90 ഡിഗ്രി തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ.